Good morning, students. Today's topic is types of research according to level of investigation. There are three types of research: exploratory research, descriptive research, and experimental research. We have already discussed about the exploratory type of research. Today, I am going to discuss about descriptive research. What is descriptive research? Descriptive research is defined as a research method that describes the characteristics of the population or phenomenon that is being studied. This methodology focuses more on what of the research subject matter than why. ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞത്. അവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ ഫിനോമിന എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നു. റിസർച്ചർ വാണ്ട്സ് ടു ഡിസ്ക്രൈബ് വാട്ട് ഈസ് ദ ഫിനോമിന ഗോയിങ് ഓൺ. എന്താണ് ഒരു പെർട്ടിക്കുലർ ഫിനോമിന എടുത്തിട്ട് ഒരു ആ റിസർച്ച് എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ട് ഇപ്പോഴത്തെ ഫാക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇറ്റ്സ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച്. റിസർച്ച് എന്ന് പറയുന്ന മെത്തേഡിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. വാട്ട് ഈസ് ദ കറൻറ്റ് പൊസിഷൻ, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. It describes the characteristics of the population or describes the characteristics or features of the phenomenon. എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി നടത്തുന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. Then descriptive research refers to research questions, design of the research and data analysis that would conducted on a topic. ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് അതിൽ എന്തെങ്കിലും റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്താണ് ഇത് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അതിൽ കുറേ റിസർച്ച് ഡിസൈനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസൈനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഡാറ്റ അനാലിസിസും അങ്ങനെയാണ്. എന്താണ് കറക്റ്റ്, ഇപ്പോഴത്തെ ഫാക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അപ്പോൾ അതിൻ്റെ അനാലിസിസും ആ രീതിയിലുള്ളതായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് ഒബ്സർവേഷണൽ റിസർച്ച്. ഒബ്സർവേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണോ വാച്ച് ചെയ്യുന്നത്, എന്താണോ ഒബ്സർവ് ചെയ്യുന്നത് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒബ്സർവേഷണൽ റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്ത് കാണുന്നു, അത് എന്ത് കണ്ടാലും അത് ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ ഇത് ഒബ്സർവേഷണൽ റിസർച്ച് മെത്തേഡ് ബിക്കോസ് നൺ ഓഫ് ദ വേരിയബിൾ ദാറ്റ് ആർ പാർട്ട് ഓഫ് ദ റിസർച്ച് സ്റ്റഡി ആർ ഇൻഫ്ലുവൻസ്ഡ് ഇൻ എനി കപ്പാസിറ്റി. ഒന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ഒന്നിലും മാനിപ്പുലേഷൻ നടത്തുന്നില്ല, ഒരു എക്സ്പെരിമെൻ്റ് പോലെ ഒരു കാര്യവും നടക്കുന്നില്ല. ആകെ എന്താണോ ഫാക്റ്റ് അത് ഫൈൻഡ് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷൻ അതിനെക്കുറിച്ച് നടത്തുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ദെൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ്: ഇറ്റ് ഈസ് യൂസ്ഫുൾ വെൻ നോട്ട് മച്ച് ഈസ് നോൺ എബൌട്ട് ദ ടോപ്പിക് ഓർ പ്രോബ്ലം. ഇതുവരേക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ച് വാട്ട് ഈസ് ദ കറക്റ്റ് പൊസിഷൻ എന്ന്, ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നടത്തുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അപ്പോൾ ഇതിന് മുന്നേ ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ല എന്ന് വെച്ചാൽ എക്സ്പ്ലോറേഷൻ എന്നല്ല അർത്ഥം, എക്സ്പ്ലോറേറ്റീവ് റിസർച്ചിലല്ല. അതല്ലാതെ ഇപ്പോഴത്തെ ഫാക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ബിഫോർ യു ക്യാൻ റിസർച്ച് വൈ സംതിങ് ഹാപ്പൻസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ, വെൻ ആൻഡ് വേർ ഇറ്റ് ഹാപ്പൻസ്. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ വൈ എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ്. ഇവിടെ വാട്ട്, ഹൗ, വേർ, വെൻ എന്നുള്ളതൊക്കെ ജനറലായിട്ട് വരുന്ന എന്താണ്, എപ്പോഴാണ് എന്ന് മാത്രം അറിയാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇതിൻ്റെ റിസൾട്ടിനനുസരിച്ചാണ് പിന്നെ എക്സ്പെരിമെൻ്റൽ റിസർച്ച് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് ആൻ അപ്രോപ്രിയേറ്റ് ചോയ്സ് വെൻ ദ റിസർച്ച് എയിം ഈസ് ടു ഐഡൻറ്റിഫൈ ക്യാരക്ടറിസ്റ്റിക്സ്, ഫ്രീക്വൻസീസ്, ട്രെൻഡ്സ്, കോറിലേഷൻസ് ആൻഡ് കാറ്റഗറീസ്. നമ്മൾ കൊമേഴ്സിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ മാർക്കറ്റിംഗ് റിസർച്ച്, കൊമേഴ്സിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും റിസർച്ച് നടത്തുകയാണെങ്കിൽ കോമൺ ആയി വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ്. കാരണം കൺസ്യൂമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, കൺസ്യൂമേഴ്സിൻ്റെ പെർസെപ്ഷൻ, കൺസ്യൂമേഴ്സിൻ്റെ അവെയർനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറലി ഒരു മാർക്കറ്റിംഗ് റിസർച്ചിൽ നടക്കുന്നത്. അങ്ങനെ വരുന്ന റിസർച്ചുകളെല്ലാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ചാണ്. കാരണം
വാട്ട് കസ്റ്റമർ തിങ്ക് അബൌട്ട് ദ പ്രൊഡക്റ്റ് എന്നുള്ളതായിരിക്കും അതിൻ്റെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ ഹൗ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി മാത്രം, അത് മാത്രമാണ് അതിൻ്റെ അനാലിസിസിൽ വരിക. അപ്പോൾ അങ്ങനെ വരുന്ന മാർക്കറ്റിംഗ് റിസർച്ചുകളെല്ലാം പൊതുവേ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച് ആയിരിക്കും. ട്രെൻഡ് മനസ്സിലാക്കാൻ, ഇപ്പോൾ മുമ്പ് എന്തായിരുന്നു, ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ ഫിനാൻഷ്യൽ റിസർച്ചുകളെല്ലാം ട്രെൻഡ് അനാലിസിസ് ആയിരിക്കും കൂടുതലായിട്ടും ബേസ് ചെയ്യേണ്ടാവുക. അപ്പോൾ മുമ്പ് എന്തായിരുന്നു, ഇപ്പോഴെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന റിസർച്ച്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രഡിക്ഷൻ വരിക, ഭാവിയിൽ എന്തായിരിക്കാം എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രെൻഡ് മനസ്സിലാക്കാൻ കോറിലേഷൻ സ്റ്റഡീസ് ആർ വെരി ഡൊമിനൻറ്റ് ഇൻ കൊമേഴ്സ് റിസർച്ച്. മെയിനായിട്ട് പറഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡ്, അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ബ്രാൻഡ് ഇമേജ്, അങ്ങനെയൊക്കെയുള്ള സ്റ്റഡീസ്, കോറിലേഷൻ സ്റ്റഡീസ് ധാരാളം നടക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ക്വാളിറ്റേറ്റീവ് അനാലിസിസും സാധ്യമാണ്. കാരണം കറക്റ്റ് ഇപ്പോഴത്തെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ ക്വാളിറ്റേറ്റീവിനേക്കാൾ ക്വാണ്ടിഫൈ ചെയ്യും. എന്ത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് ആണെങ്കിൽ പോലും അതിനെ ക്വാണ്ടിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നടത്തുന്ന റിസർച്ച് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് കൂടുതൽ സ്കോപ്പുള്ള ടൈപ്പ് ഓഫ് റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. Descriptive research is a quantitative research method that attempts to collect quantifiable information to be used for statistical analysis of the population sample. നമുക്ക് എല്ലാ ഡാറ്റയും ക്വാണ്ടിറ്റി ആയിട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പോസിബിൾ ആണ്, കാരണം ക്വാണ്ടിഫയബിൾ ഡാറ്റ ക്വാണ്ടിഫൈ ചെയ്തിട്ടാണ് ഏത് ഡാറ്റയിലും അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത്. അൺകൺട്രോൾഡ് വേരിയബിൾസ്. ഇൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നൺ ഓഫ് ദ വേരിയബിൾ ആർ ഇൻഫ്ലുവൻസ്ഡ് ഇൻ എനി വേ. ദിസ് യൂസസ് ഒബ്സർവേഷണൽ മെത്തേഡ് ടു കണ്ടക്ട് ദ റിസർച്ച്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി അത് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ്, അല്ലാതെ അതിൻ്റെ മുകളിൽ വേറൊരു, ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആ ഏതെങ്കിലും ഒരു ഫിനോമിനയുടെ മുകളിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തി ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്നതാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഇവിടെ അതില്ല, ഒരു കൺട്രോൾഡ് സിറ്റുവേഷനിലല്ല നടക്കുന്നത്. ജനറലായിട്ടൊരു സോഷ്യൽ ഫിനോമിന എങ്ങനെ വന്നു, എന്താണ് അത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത് മാത്രമാണ് അവിടെ സ്റ്റഡി ചെയ്യുന്നത്. അവിടെ എക്സ്പെരിമെൻ്റർ അല്ലെങ്കിൽ റിസർച്ചർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ റിസർച്ച് ചെയ്യുന്ന ആൾ എന്ത് കാണുന്നു അത് റിപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ അതിന് മുകളിൽ ഒരു വർക്ക് ചെയ്യാനുള്ള സ്കോപ്പ് റിസർച്ചർക്ക് ഇല്ല. നെക്സ്റ്റ് വൺ, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്. Descriptive research is generally a cross-sectional studies where different sections belonging to the same group are studied. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിൽ പല സെക്ഷനിലുള്ള ഡാറ്റയും സാമ്പിളും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു ബ്രാൻഡ് ഇമേജ് നോക്കിയിട്ട് ആ ഇമേജുള്ള പ്രൊഡക്റ്റ്, ഇപ്പോൾ കോൾഗേറ്റ് ആണെന്ന് വിചാരിക്കുക. ആറ്റിറ്റ്യൂഡ് ഓഫ് കസ്റ്റമേഴ്സ് ടുവാർഡ്സ് കോൾഗേറ്റ് പേസ്റ്റ് ആണ് സ്റ്റഡി നടത്തുന്നതെങ്കിൽ അതിനു വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവും, പല സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാരുണ്ടാവും, ജെൻഡർ വൈസ് ഡിഫറൻസ് ഉണ്ടാവും. ഇനി പല സെക്ഷനിലുള്ള ആൾക്കാരെയും കുറിച്ച് നമ്മൾ ഒരേ സമയം സ്റ്റഡി നടത്തും. അല്ലാതെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമല്ല, പല സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡാറ്റ കളക്ട് ചെയ്ത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി ബേസിസ് ഫോർ ഫർദർ റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്ന് അനലൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ഭാവിയിൽ എന്താവാം എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ്, എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസൊക്കെ നടത്താൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു ബേസിസാണ്, ഫർദർ റിസർച്ചിനുള്ളൊരു ബേസിസ് ആയിട്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ കാണാൻ പറ്റും. There are 3 types of descriptive research. First one is observational method. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതെല്ലാം ഒബ്സർവേഷണൽ മെത്തേഡാണ്. ഒബ്സർവ് ചെയ്യുന്നു, എന്ത് കാണുന്നു, അത് റിപ്പോർട്ട് ചെയ്യുന്നു. ദെൻ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ച് സ്റ്റഡി നടത്തുമ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി നടത്തുന്നതിനെ കേസ് സ്റ്റഡി എന്ന് പറയും. ദ കേസ് മേ ബി എ പേഴ്സൺ, ഓർഗനൈസേഷൻ, ഫിനോമിന, പ്രൊഡക്റ്റ്, ബ്രാൻഡ് എക്സെട്ര.
ഏത് വേണമെങ്കിലും ആവും. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സ്റ്റഡിയും കേസ് സ്റ്റഡിയാണ്, ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള സ്റ്റഡി കേസ് സ്റ്റഡിയാണ്, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ച്, ആ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് ഇമേജിനെ കുറിച്ച്, ഇങ്ങനെ ഓരോന്നിനും എന്തിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയാലും അതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി നടത്തുന്ന സ്റ്റഡിയാണ് കേസ് സ്റ്റഡി. ദെൻ സർവേ മെത്തേഡ്. സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി സ്റ്റഡി നടത്തുന്നു. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, കോൾഗേറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അത് സർവേ മെത്തേഡിലായിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവുക. ജനറൽ പോപ്പുലേഷനിൽ നമ്മൾ ക്വസ്റ്റ്നെയറോ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ച് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് സർവേ മെത്തേഡിൽ നടക്കുന്നത്. അപ്പോൾ ദർ ആർ 3 മെത്തേഡ്സ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്: ഒബ്സർവേഷണൽ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ് ആൻഡ് സർവേ മെത്തേഡ്. ഈ സർവേ മെത്തേഡിൽ 2 ടൈപ്പ് പറയുന്നുണ്ട്: നോർമേറ്റീവ് സർവേ ആൻഡ് പോസിറ്റീവ് സർവേ. നോർമേറ്റീവ് സർവേ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട്, ഒരു നോം വെച്ച് അതിനെ കമ്പയർ ചെയ്ത് നോക്കുന്നതാണ് നോർമേറ്റീവ് റിസർച്ച്. ഒരു സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നോർമേറ്റീവ് റിസർച്ച്. Setting up of some norms and compare the actual situation with that norm. Then positive surveys എന്താണോ കാണുന്നത് അത് റിപ്പോർട്ട് ചെയ്യുന്നു, അതാണ് പോസിറ്റീവ് സർവേ. എന്ത് നമ്മൾ സ്റ്റഡിയിൽ എന്താണോ റിസൾട്ട് വരുന്നത് അതിനെ റിപ്പോർട്ട് ചെയ്യുന്നല്ലാതെ വേറൊന്നുമായിട്ട് അത് കമ്പയർ ചെയ്യുന്നില്ല. ഫസ്റ്റ് വൺ ഈസ് ഒബ്സർവേഷണൽ മെത്തേഡ്. The observational method is the most effective method to conduct descriptive research, and both quantitative observation and qualitative observation are used in research method. Observational researchil quantitative ഡാറ്റയും ഉപയോഗിക്കുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ഉപയോഗിക്കുന്നുണ്ട്. ഒബ്സർവ് ചെയ്യുന്നു, എന്ത് കാണുന്നു അതിനെക്കുറിച്ച് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തും, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിനെ കമ്പയർ ചെയ്യുന്നു. നമ്മൾ കാണുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും കമ്പയർ ചെയ്ത് അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ഒബ്സർവേഷണൽ മെത്തേഡ്. ദെൻ കേസ് സ്റ്റഡി മെത്തേഡ്. കേസ് സ്റ്റഡീസ് ഇൻവോൾവ് ഇൻ ഇൻ-ഡെപ്ത് റിസർച്ച് ആൻഡ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ്. കേസ് സ്റ്റഡി ലീഡ് ടു എ ഹൈപ്പോത്തിസിസ് ആൻഡ് വൈഡൻ എ ഫർദർ സ്കോപ്പ് ഓഫ് സ്റ്റഡിയിങ് ഫിനോമിന. ഏതെങ്കിലും ഒരു ഫിനോമിനെ കുറിച്ച് സ്റ്റഡി നടത്തുമ്പോൾ അതിന് ഫർദർ റിസർച്ചിന് വേറെ പോകാൻ ഇതിന് ബേസായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ്. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചോ ഗ്രൂപ്പിനെ കുറിച്ചോ ബ്രാൻഡിനെ കുറിച്ചോ ഓർഗനൈസേഷനെ കുറിച്ചോ ഇൻഡെപ്തായി സ്റ്റഡി നടത്തി കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ള റിപ്പോർട്ടാണ് കേസ് സ്റ്റഡി മെത്തേഡിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇൻ സർവേ. In survey method, respondents answer through surveys or questionnaires or polls. They are popular, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടൂളാണ്, മാർക്കറ്റ് റിസർച്ച് ടൂളാണ് സർവേ. സർവേയിൽ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചോ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ഉപയോഗിച്ചോ ഒബ്സർവേഷൻ ഷെഡ്യൂൾ ഉപയോഗിച്ചോ ഫീൽഡിൽ ഇറങ്ങി സ്റ്റഡി നടത്തുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഇൻഡിവിജ്വലോ ഒരു ഓർഗനൈസേഷനോ അല്ല, ഒരു ജനറലായിട്ട് പോപ്പുലേഷൻ സൈസ് കൂടുതലായിരിക്കും. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്തിനു വേണ്ടി നടത്തും? ഒന്ന്, ഡിഫൈൻ റെസ്പോണ്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് സർവേ നടത്തുകയാണെങ്കിൽ കുറേ റെസ്പോണ്ടൻസിനെ കുറിച്ച് സ്റ്റഡി നടത്തുന്നു. ആ റെസ്പോണ്ടൻസിനെ പല ഗ്രൂപ്പുകളാക്കി അവരെ കുറിച്ച് നമ്മൾ അനാലിസിസ് നടത്താൻ സഹായിക്കും. ദെൻ മെഷർ ഡാറ്റ ട്രെൻഡ്സ്. ഡാറ്റ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ടക്ട് കമ്പാരിസൺ. ഒരേ കാര്യത്തിനെക്കുറിച്ച് 2 കാര്യങ്ങളെക്കുറിച്ച് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നടത്തുകയാണെങ്കിൽ രണ്ടും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് 2 വേരിയബിൾ ഉണ്ടെങ്കിൽ 2 വേരിയബിളിനെയും കമ്പയർ ചെയ്യാനും കോറിലേറ്റ് ചെയ്യാനും സാധിക്കും. ദെൻ വാലിഡേറ്റ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. കണ്ടക്ട് റിസർച്ച് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഇപ്പോൾ ഒരു സർവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന റിസൾട്ട് ഒരു 2 മാസം കഴിഞ്ഞ് നടത്തുന്ന സർവേയുടെ റിസൾട്ടിന് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ടൈമിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈംസിന് ഒരേ റിസർച്ച് ഡിഫറെൻറ്റ് ടൈംസിൽ നടത്തുമ്പോൾ ഡിഫറെൻറ്റ് റിപ്പോർട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതും സാധ്യമാണ്. Then advantages. Descriptive research can be conducted by using specific methods like observational method, case study and survey. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന് 3 സ്പെസിഫിക് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏത് യൂസ് ചെയ്താലും നമ്മൾ ഏത് ഫിനോമിനയാണോ കുറിച്ച് സ്റ്റഡി നടത്തുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാലിഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും. Then the data collected is both qualitative and quantitative. So it gives a holistic understanding of a research topic. ഒരു റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയ കിട്ടാൻ ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ അത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. ദെൻ ഇറ്റ് അലൗസ് ഫോർ ദ റിസർച്ച് ടു ബി കണ്ടക്റ്റഡ് ഇൻ ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് of the respondent, and this ensures that high quality and honest data is collected. ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഒരു കൺട്രോൾഡ് സിറ്റുവേഷനിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇവിടെ നാച്ചുറൽ സെറ്റിങ്സിലാണ്. എവിടെയാണോ റെസ്പോണ്ടൻ്റ് ഉള്ളത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫീൽഡ് സർവേ ആണ്. അപ്പോൾ അവരുടെ ഫീൽഡിൽ അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ പോയി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് റെസ്പോണ്ടൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി കൂടുതലായിരിക്കും, കിട്ടുന്ന ഡാറ്റയുടെ ക്വാളിറ്റി കൂടുതലായിരിക്കും, കുറച്ചുകൂടി ഹോണസ്റ്റ്ലി അവർ റിപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ദ ഡാറ്റ കളക്ഷൻ ഈസ് ക്വിക്ക് ടു കണ്ടക്ട് ആൻഡ് ലെസ് കോസ്റ്റ്ലി. ലെസ് കോസ്റ്റ്ലി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി എക്സ്പ്ലോറേറ്ററി റിസർച്ചുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലെസ് കോസ്റ്റ്ലി ആയിരിക്കാം. എക്സ്പെരിമെൻ്റൽ റിസർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് കോസ്റ്റ്ലിയാണ്. അതിൻ്റെ അർത്ഥം തീരെ ചിലവില്ല എന്നല്ല, ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. സ്പെസിഫിക് മെത്തേഡ്സ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ എൻവിറോൺമെൻറ്റിലാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ലെസ് കോസ്റ്റ്ലിയാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ്. റെസ്പോണ്ടൻസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ പേഴ്സണൽ ചോയ്സാണത്. അവർ ആ സമയത്ത് ചിലപ്പോൾ നെഗറ്റീവ് വാലിഡിറ്റി ഇല്ലാത്ത ഡാറ്റ കിട്ടാൻ സാധ്യതയുണ്ട്. അവർ ട്രൂത്ത്ഫുൾ ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അവർ എല്ലാ സമയവും ട്രൂത്ത്ഫുൾ ആവണമെന്നില്ല. അവരുടെ മൂഡ് ചേഞ്ചിനനുസരിച്ച് അവരോട് റെസ്പോണ്ടൻസിനോട് എങ്ങനെ റിസർച്ച് സമീപിക്കുന്നു എന്നനുസരിച്ച് എല്ലാം ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇഫ് ദ റിസർച്ച് ഒബ്സർവർ ഹാസ് എ പൊട്ടൻഷ്യൽ ബയാസ് ടുവേർഡ്സ് ദ റിസർച്ച് ടോപ്പിക് ഓർ സം റെസ്പോണ്ടൻസ് ഇൻ ദ റിസർച്ച്, ദ ഒബ്സർവേഷൻ ദെൻ മേ ബി കൺസിഡേർഡ് ആസ് ഇൻവാലിഡ് ഓർ അൺട്രൂ. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ ആരോട് ചോദിക്കുന്നു, റെസ്പോണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ റെസ്പോണ്ടൻറ്റ് ട്രൂത്ത്ഫുൾ അല്ലാത്ത റെസ്പോണ്ടൻ്റ് ആണെങ്കിൽ, ഒരു ബയാസ് ഉള്ള റെസ്പോണ്ടൻ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ തെറ്റായിരിക്കും. അതർവൈസ് ദ റിസർച്ചർ ബയാസ്ഡ് ആണെങ്കിൽ കിട്ടുന്ന ഡാറ്റ തെറ്റായിരിക്കും. ഇതിന് എക്സാമ്പിളാണ് എക്സിറ്റ് പോളുകളൊക്കെ. എക്സിറ്റ് പോളുകൾ ഇപ്പോൾ ഓരോ പാർട്ടികളും അവരുടെ സ്ഥാപിത താല്പര്യങ്ങളുള്ള ചില മീഡിയാസ് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത്, എപ്പോഴും അല്ല, ചില സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ബയാസ് അതിലുണ്ടാവും. അവർ ആരോടാണോ അവർ സെലക്ട് ചെയ്യുന്ന റെസ്പോണ്ടൻസ് ചിലപ്പോൾ പോപ്പുലേഷനെ മുഴുവനായിട്ടും കറക്റ്റായിട്ട് എന്താ പറയുക കാണിക്കുന്ന ആൾക്കാരായിരിക്കില്ല. പൊതുവേ ജനറലായിട്ടുള്ള പോപ്പുലേഷൻ അല്ലാതെ ഏതെങ്കിലും പെർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരോട് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺട്രൂ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഡ്യൂ ടു ദ റാൻഡംനെസ് ഓഫ് ദ സാമ്പിൾ, ഇറ്റ് ഈസ് വെരി tough to validate that the sample is an accurate representation of the whole population. നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പോപ്പുലേഷനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ എന്ന് പറയുന്ന ആ റെസ്പോണ്ടൻറ്റ് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, ഹോൾ പോപ്പുലേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റാൻഡമായിട്ട് ഡാറ്റ കളക്ട് ചെയ്താലും ചില സമയത്ത് നമുക്കത് ഉറപ്പുവരുത്താൻ ബുദ്ധിമുട്ടാണ്. ഓൺലി ഫോക്കസസ് ഓൺ വാട്ട്, എന്താണ് എന്നുള്ളതാണ് മെയിനായിട്ടും ഇതിൽ നോക്കുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. വൈ എന്നുള്ളതോ ഹൗ എന്നുള്ളതോ ഹൗ ടു എലിമിനേറ്റ് എന്നുള്ളതോ ഒന്നും ഇവിടെ ആൻസർ ചെയ്യുന്നില്ല. എന്താണോ കറക്റ്റ് ഇപ്പോൾ നടക്കുന്നത് അത് മാത്രം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ സ്വഭാവം. അപ്പോൾ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ 4 ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, റെസ്പോണ്ടൻസ് ട്രൂത്ത്ഫുൾ ആവണമെന്നില്ല. സെക്കൻഡ് വൺ, ബയാസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. തേർഡ് വൺ, റെപ്രസെൻറ്റേറ്റീവ് ആണ് സാമ്പിൾ എന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ല. ലാസ്റ്റ് വൺ, വാട്ട് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയുമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.